ബിഗ് ബോസ് സീസൺ 6 ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് അർജുൻ ശ്യാം ഗോപൻ. തൻ്റെ സൗമ്യമായ പെരുമാറ്റം കൊണ്ടും നിഷ്കളങ്കമായ ചിരിയിലൂടെയും ഒരുപാട് പ്രേക്ഷകരെ അർജുൻ തന്നിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ആരോടും യാതൊരുവിധ അസൂയയോ കുശുമ്പോ വിദ്വേഷമോ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറിച്ച് എല്ലാവരോടും സ്നേഹത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ടു പോകണമെന്ന ചിന്ത എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അർജുൻ്റെ ഈ പേഴ്സണാലിറ്റി തന്നെയാണ് ഒട്ടുമിക്ക ആളുകളെയും അദ്ദേഹത്തോടടുപ്പിച്ചത്. അർജുനെക്കുറിച്ച് ആരും തന്നെ മോശമായി ഒന്നും പറയാനില്ല. അർജുനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണ്. ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തെത്തിയ അർജുൻ തൻ്റെ ഫാൻ ബേസ് കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അതിൻ്റെ തലക്കനമോ അഹങ്കാരമോ ഒന്നും കാണിക്കാത്ത വ്യക്തിയാണ്. തനിക്ക് വന്നു ചേർന്നിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ അമിതമായി സന്തോഷിക്കുകയോ അമിതമായി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തെത്തിയ അർജുൻ തൻ്റെ ഫാൻ ബേസ് കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അതിൻ്റെ തലക്കനമോ അഹങ്കാരമോ ഒന്നും കാണിക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. തനിക്ക് വന്നു ചേർന്നിട്ടുള്ള സൗഭാഗ്യങ്ങളിൽ അമിതമായി സന്തോഷിക്കുകയോ ആർഭാടം കാണിക്കുകയോ ചെയ്യാതെ എല്ലാം മിതത്വത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണവും. അർജുൻ്റെ ഈ സിംപ്ലിസിറ്റി തന്നെയാണ് അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണവും. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ സിംപ്ലിസിറ്റിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഒരുപാട് തുണയ്ക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തൻ്റെ സമപ്രായക്കാരായ മറ്റു ചെറുപ്പക്കാരിൽ നിന്നും വ്യത്യസ്തമായി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എൻഗേജ്ഡ് ആവാനോ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത് ആളുകളെ അറിയിക്കാനോ അർജുൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യാനോ ധൈര്യം കാണിക്കാറുള്ളൂ. അത് അർജുന് ധൈര്യമില്ലാഞ്ഞിട്ടല്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു റോൾ മോഡൽ കൂടിയാണ് അർജുൻ. തൻ്റെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന അർജുൻ തന്നെ സ്നേഹിക്കുന്നവരോടും പറയുന്നതാണ്, നിങ്ങളും ഒരുപാട് സ്വപ്നം കാണൂ. തന്നെ സ്നേഹിക്കുന്നവരോടും ഇഷ്ടപ്പെടുന്നവരോടും അർജുൻ പറയുന്നതിതാണ്, നിങ്ങളും ഒരുപാട് സ്വപ്നം കാണൂ. അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തൂ. ഒരു ദിവസം വിജയമുറപ്പാണ്. അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകില്ല. മറ്റുള്ളവരുടെ നെഗറ്റീവ് ഹൈലൈറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യാതെ എല്ലാത്തിലും പോസിറ്റിവിറ്റി കണ്ടെത്തുന്നു എന്നുള്ളതാണ് അർജുൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. തനിക്കു ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്ത് അതിൽ താനും തൻ്റെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അർജുൻ്റെ മറ്റൊരു പോളിസി. തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാനും യാതൊരു മടിയുമില്ല എന്നുള്ളതിന് ഉത്തമോദാഹരണമാണ് അർജുൻ്റെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി. സീസൺ 2 മുതൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശനം ആഗ്രഹിച്ചിരുന്ന അർജുൻ അതിനുവേണ്ടി കഠിന പരിശ്രമം നടത്തുകയും ഓരോ സീസണിലെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീസൺ 6 വിജയകിരീടം നേടാനായത്. എങ്കിലും അദ്ദേഹം തളർന്നില്ല. ഓരോ സീസൺ കഴിയുന്തോറും അടുത്ത വർഷം തനിക്ക് പ്രവേശനം ലഭിക്കുമെന്ന് അദ്ദേഹം പോസിറ്റീവായി ചിന്തിച്ചു. അതിൻ്റെയൊരു റിസൾട്ടാണ് ബിഗ് ബോസ് സീസൺ 6 അദ്ദേഹം നമുക്ക് നേടിത്തന്നത്. ടൈറ്റിൽ വിന്നർ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും യഥാർത്ഥത്തിൽ അർജുൻ വിന്നർ തന്നെയാണ്.